കാണാനാവോ? ലക്ഷ്മണൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മള് ഇതുവരെ ചെയ്തില്ല. പക്ഷെ നമ്മള് പ്രൊഫഷണൽസ് അല്ലേ, നമ്മള് ചെയ്തേ പറ്റൂ. വിളിച്ചിട്ട് തിരക്കിട്ട് പോകുന്നുണ്ടായിരിക്കും ഇപ്പൊ ചാടുന്നു. എന്തിനാ പോകുന്നേ? ഐസ് ബാത്തിന്. ഏറ്റവും പേടിയുള്ള സംഭവം ഐസ് ബാത്ത് എന്ന് പറഞ്ഞത്. അതിന് തിരക്കിട്ട് പോകുന്നു. ചൂടുവെള്ളത്തിലല്ലേ കുളിക്കല്? ചെറുപ്പം മുതലേ ചൂടുവെള്ളത്തിലാണ് കുളിച്ച. വെള്ളത്തിൽ ജോലി കുളിക്കില്ല. തള്ളവരില് വെച്ചാ വിറക്കുന്ന ചെങ്ങായ ഐസ് ബാത്തിന് പോകുന്നു. ഐസ് ബാത്ത് ചാടുമ്പോ കാണാം. ജാവോ ജാവോ ആവോ ആവോ കാണാനാവോ? ഐസ് ബാത്ത് എങ്ങനെ ചെയ്യാന്ന് ഞാൻ കാണിച്ചുതരാം. ലക്ഷ്മണില്ല, ലക്ഷ്മണനോട് ഉണ്ടാവും. ലക്ഷ്മണന് ഇഷ്ടാ ഐസ് ബാത്ത് അല്ലേ? എനിക്ക് പോകാനും രണ്ടുപേർക്കും വളരെ വളരെ ഇഷ്ടമാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഐസ് ബാത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ഇറങ്ങാനേ. എനിക്ക് ലക്ഷ്മണൻ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇതുവരെ ചെയ്തില്ല. പക്ഷെ നമ്മള് പ്രൊഫഷണൽസ് അല്ലേ, നമ്മള് ചെയ്തേ പറ്റൂ. അതൊന്നും മനസ്സിൽ കൊടുക്കാണ്ട് സിമ്പിളായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങണം. ഇതിനൊക്കെ ഇറങ്ങുന്ന സിമ്പിൾ സ്റ്റൈൽ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് എത്ര ടൈം ഐസ് ബാത്ത്? ഐസ് ബാത്ത് നമ്മളിപ്പോ ഒരു 9 ഡിഗ്രിയിലൊക്കെ വെക്കുകയാണെങ്കിൽ 3 to 4 minutes വരെ. അത്ര വരെ ഇരിക്കാൻ പാടുള്ളൂ. അത്രക്ക് ഇരിക്കാൻ പറ്റുമെന്നല്ല. അല്ല 1 minute ഒക്കെ ഇരുന്നാ പോരെ? അങ്ങനെ ഐസ് ബാത്ത് ചെയ്യണം. അടുത്ത ആ മുറി വെറുതെ കയറി ഇറങ്ങിയാൽ പോരെ. നമുക്കിത് ടൈമറൊക്കെ വെച്ച് നോക്കാം. ഇവിടെ എത്ര നേരം ഇരിക്കും. ഞാൻ എത്ര മിനിറ്റ് വേണേ ഇരിക്കൂ. എന്നിട്ട് അത്ര ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ മനസ്സിൽ ഒരു ടൈമും അതിന്റെ ഡിഗ്രി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം. ജിമ്മിലെത്തി നേരെ പോയിരുന്നു. ഞാൻ ഐസ് ബാത്തിലായിരുന്നു. വേറെ ഏതാണ് ഈ ബൈപ്പാസ്? ഇതുള്ളത് ബൈപ്പാസിൽ ഏതാ? ഇതിൽ നിൽക്കും ഇതാന്ന് ഇവരടുത്ത് പറഞ്ഞ ഞാൻ ഇതായില്ലേ സംഭവമാക്കി ഞാൻ പറയാം. നീ ഇതെങ്ങനെയാ ഇത് ഒന്ന് നോക്ക്. ട്രേഡ് സെന്ററോ? ട്രേഡ് സെന്റർ ഇതിവിടെ സരോവരം. സരോവരം അതിന്റെ അപ്പുറത്തേക്ക് പോണം. സരോവരം सीधा जाओ. इसी रूट में वो सब ये रूट से जा सकते हैं. इसी रूट जाके वहाँ पे स्टार केयर बोल के एक हॉस्पिटल मिलेगा. जी जी हाँ. उसके बाजू में ही एक छोटा रोड रहेगा. वो रोड पे जाओ और उधर से सीधा जाके एक जंक्शन आएगा. वहाँ से आप ये ट्रेड सेंटर पूछो. वो वहाँ से इधर से मैं बोलूँगा तो आप कंफ्यूजन हो जाएंगे. वो जो ओवर ब्रिज है एक ब्रिज के नीचे ही वो स्टार केयर हॉस्पिटल मिलेगा. इस हॉस्पिटल का बोर्ड देखेंगे. वहाँ से छोटा रोड रहेगा. वो रोड उधर जाके पूछ सकते हैं. ये सरोवरम नाम है. जो सरोवरम पूछ के जाओ. हम लोग किधर സോറി നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല. ഞാൻ ഹിന്ദിക്കാരാണ് വിചാരിച്ചു നിങ്ങൾ പെട്ടെന്ന്. വരാണ്ടല്ലേ
വിളിച്ചു നോക്കാം ഞാനോ ആഗ്രഹം തീർന്നു ഞാൻ വേണ്ടിട്ടാ തോന്നി കാരണം തുടങ്ങി മുതലാൻ തുടങ്ങിയത് സാഹിത്യ മറ്റൊരു ഇതെത്തിക്കണല്ലോ മറ്റേ ഒരാളെ മരിച്ചാൽ മണിക്കൂർ ആരൊക്കെ വരുന്നത് മൈസൂർ ബാബു കുറെ ആയല്ലോ കണ്ടിട്ട്. എടുക്കണ്ടോ ഞാൻ മറ്റേ അറിയില്ല നിനക്ക് ശ്രീനിവാസന്റെ മോഹൻലാലിന്റെ മറ്റേ നാടോടിക്കാറ്റ് കണ്ടില്ലേ എന്റെ പാരമ്പര്യത്തിൽ ഇങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് വളരെ ഇട്ടാടി ഇന്നാളത്തെ വീഡിയോ ഇല്ലേനല്ലോ ഉണ്ടടാ ലാസ്റ്റ് ഇപ്പോ ഇന്നലെ ഇട്ടതല്ലേ. നിങ്ങൾ കണ്ണട ഇട്ടാണോ കണ്ടേ അത് കണ്ണട ലെൻസ് ഇട്ട് ഞാൻ തന്നെയല്ലേ ഇതിപ്പോ മറ്റേ മൂഡ് തന്നെയാണ് ഈ പിടിച്ചിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ചയല്ലേ നീ ഇറങ്ങിയ മാതിരി സീനിയർ അന്ന് ഞാൻ സീനിയറും ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ സീനിയറും സീനിയർ സബ് ജൂനിയർ അല്ലെങ്കിൽ ജൂനിയർ ഏതെങ്കിലും ഉണ്ടോ ഇപ്പം തുടങ്ങുമ്പോ അതേപോലെ തന്നെ ആയിരുന്നു ഞാൻ സീനിയറും സബ് ജൂനിയറും ഫസ്റ്റ് ശിവാനുണ്ട് ചന്തിമല വരട്ടിട്ട് ഇതൊക്കെയാണ് എത്ര മനോഹരമായ ആചാരങ്ങൾ വീട്ടില് കണ്ടാൽ തന്നെ ഇറങ്ങാൻ തോന്നും. എടാ അത് ചൂടാടാ. തൊട്ടോക്ക് തൊട്ടോക്ക് തൊട്ടോക്ക്. ഞാൻ ഡെയിലി വീട്ടിൽ ചൂടുവെള്ളത്തിലാണ് കുളിക്കാൻ. ഇവിടെ ഒരാളെ തല അവിടെ ഒരാളെ തല കൊള്ളായിരിക്കട്ടെ. ഇത് ചൂടുവെള്ളമാണല്ലോ. ആ ചൂടുവെള്ളം വാട്ടർ ഹൈഡ്രോ തലക്കില്ല. ആ മോനെ ഇതൊന്ന് ശോകാവസ്ഥയാണ്. ഐസ് ബാത്ത് ഒന്നുമില്ല. പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഹൈഡ്രോ തെറാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാൻ നിന്ന് ഐസ് ബാത്ത് ഒന്നുമില്ല, ഹൈഡ്രോ തെറാപ്പി. ഇതെങ്ങനെയുണ്ട് നോക്കാം. ആദ്യമായിട്ട് ചെയ്യാം. അവരെ ഇതുവരെ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർക്കത് ഡിഗ്രി സെറ്റ് ചെയ്യാനുള്ള അവർക്ക് അറിയില്ല. അപ്പം അതിൻ്റെ ടെക്നീഷ്യൻസ് തന്നെ വരണം. അപ്പം അടുത്ത ആഴ്ച വന്നിട്ട് നമ്മൾ ഐസ് ബാത്ത് ചെയ്യും. പക്ഷെ ഇത് ഈസി അല്ലേ? ഇത് ഈസിയാണ്. ഇതെന്താ അപ്പോൾ ഇത് ഐസ് ബാത്ത് ഉണ്ട്. ഐസ് ബാത്ത് സിമ്പിൾ. അതല്ലേ ഐസ് ബാത്തിൻ്റെ ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാമെന്നാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഹൈഡ്രോ തെറാപ്പി ആയിപ്പോയി. നോക്കാം എന്താണ് റീൽ ഏതാ ചെയ്യാനുള്ളത്? നമ്മള് നേരെ നോക്കണത്. UFC ഫേസ് ഓഫ് ഒക്കെ ഉണ്ടാവില്ലേ? ഞാൻ അടക്കൂ. ഞങ്ങള് നടന്നു വന്നിട്ട്
റഫ് ലുക്ക് വേണം. റഫ് ലുക്ക് വേണം. കുറച്ച് നേരത്തെ തന്നെ ഒറിജിനൽ വരെയിരുന്നു. റഫ് ലുക്ക് കാണുമ്പോൾ ഇതുകൂടി ഉണ്ടെങ്കിൽ നാളെ ആണെങ്കിൽ പിരിക്കാനുള്ള വരെയായിരുന്നു. അരടി നെയ്യ. നീല ഇന്നെന്താ ഐസ് ബാത്ത് ഇല്ല? അത് തണുത്ത് സെറ്റായി വരാൻ 2 മണിക്കൂർ എടുക്കും അല്ലേ? നമുക്ക് ടൈമില്ലല്ലോ. ആ അല്ല മറ്റേ നേരത്തെ ബബിൾസ് വന്നോടുക്കും അങ്ങനെയാണ് ഓണം. ഇതെങ്ങനെ ഓണാക്ക? മറ്റേ 1 മിനിറ്റ് മുകളിലേക്ക് ഉണ്ടാവും. അത് അവിടുത്തെ സ്ക്രീനിൽ എന്തോ കാട്ടിയതാ. ഇതൊക്കെ അറിയില്ലേ? അതാണ് ജനിതയ്ക്ക് അറിയേണ്ടതാണോ? എന്താ പോട്ടെ. രാത്രി ചെയ്യുമ്പോ കൊട്ട കാണാൻ വേണ്ടി രാത്രി ഇത് ചെയ്യുമ്പോ മറ്റേ എന്തായാലും കൊട്ട കാണുമല്ലോ. ചോദിച്ചില്ല രാത്രി കാലങ്ങളിലെ വർത്താനം എന്റെ അടുത്ത് വേണ്ട. ഇതല്ല ഇതിന്റെ സ്ഥലത്തും കളിക്കുക. ഇത് ഇങ്ങനെ നല്ല പോസ്. തല അവിടെയാണ് വെക്കട്ടെ. അവിടെ സാധനം കണ്ടോ? ഒരു തല ഇവിടെ, ഒരു തല അവിടെ. ആ അങ്ങനെയാണ്. ഞാനവിടെ സംഭവം എന്താ അറിയോ? നമ്മളീ വെള്ളച്ചാട്ടത്തിലേക്ക് കളിക്കാൻ പോകില്ലേ? അവിടെ നല്ല തണുത്ത വെള്ളം പാറയല്ല ഉണ്ടാവുക. ഇവിടെ വഴുക്കാത്ത വെള്ള കളർ ഇത് ചൂടുവെള്ളത്തിൽ ബബിൾസും. ഐസ് ബാത്ത് വീട്ടിൽ ചൂടുവെള്ളത്തിലാണ് പിടിച്ചു വന്നത്. അവിടെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ ഇരിക്കേണ്ട കാര്യങ്ങളാണ്. ചൂടുപിടി അതിന്റെ കൂടെ ഈ ബബിൾസ് വേറെ മനസ്സിലാവില്ല. മൈക്കാണ് കഴിഞ്ഞ് വിളിച്ചില്ല. വിളിച്ചാൽ മതി. ഐസ് ബാത്ത് വിളിച്ചിട്ട് മുഴുങ്ങാൻ ശരിക്കും പുഴുങ്ങാൻ സമയത്താണ് കിടന്ന് കോഴിമുട്ടൊക്കെ തിളക്കിയതാണ്. മുട്ട അടിച്ചിരുന്ന മുട്ട മുഴുകാട്ടത് ശരിക്കും. അല്ല ഇതെന്താ കാലിന്റെ അടിയിലോട്ട് വെള്ളം വെച്ചു. അസ്വസ്ഥത എനിക്കില്ല. ഐസ്ബാത്ത് അടിപൊളി.
കുടിക്കോ നിങ്ങളിഷ്ടോ ഹാഫ് ബോയിൽഡ് വേണം ഫുൾ ബോയിൽഡ് വേണം എന്ത് വേണമെന്നുള്ളത് ഇത് വെള്ളം വെച്ച് എണ്ണയാക്കിട്ട് ഡബിളല്ല നാലെണ്ണം ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ രണ്ട് കൊട്ടോ രണ്ട് കൊട്ടോ സോപ്പ് ഉണ്ടോ അത് സോപ്പ് വേണ്ടി വന്നു ലക്ഷ്മണ കുടുങ്ങി നടക്കും ഭക്ഷണമാക്കാൻ പറ്റുന്നത് എത്ര തണുപ്പിക്കാൻ പറ്റില്ല വയ്ക്കും Oh my gosh. ബോർഡൊക്കെ പോയോ ബോഷായി ഇത് ചെയ്താൽ പറഞ്ഞ ഫീലാണ് അതെന്തൊരു ഫീലോ മസാജാറിലൊക്കെ ഇരിക്കുന്ന അതിലൊരു വേദനയാവില്ല ആ വേദന ഒന്നും ഉണ്ടാവില്ല പക്ഷെ നടുവ് നമ്മൾ മസാജ് ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിന് ഇരിക്കണമെങ്കിൽ അവിടെ സ്വിച്ച് കേടായിരിക്കും നേരത്തെ ഞാൻ നിന്ന് നേരത്തെ ഞാൻ നിന്ന് അടിപൊളിയായി അത് വിചാരിച്ചത് ഐസിന്റെ ഇരിക്കുന്ന അത്രയും കാലം ബാക്ക് മുന്നിൽ തെറ്റു പോയിരുന്നു അത് ഇത്തല്ലേ ഉള്ളി ഇത്തല്ല അവിടെ നിൽക്കാൻ നമ്മുടെ എന്ത് ചെയ്യുന്നു മൈക്കോ മൈക്ക് കണ്ണ് റെഡിയാക്കി ചെവി പോയാലോ മൈക്കോ ഇല്ലോ ആ
വിളിച്ചോ എടാ അതല്ല സൈഡ് മൊക്കെ ഉണ്ടോ നോക്കാതെ ഇത് ചാടണോ? ഓണാക്കാനല്ലോ ഓപ്പാക്കാനല്ലേ? രണ്ടാമത് കേട്ടിട്ട് കുറഞ്ഞതാണോ? അല്ലാണ്ട് ശരിക്കില്ലേ ഞാൻ കേറിയപ്പോ വളരെ പകുതിക്കാൻ അല്ല ഇത് വർക്ക് ചെയ്യുന്നില്ല. മീനൊക്കെ ഉള്ള ഫീലായിട്ടാ നിങ്ങൾ ഓഫാക്കട്ടെ ഞാൻ തന്നെ വെക്കുന്നുണ്ടോ ബബിൾസ് ഞാൻ സ്വിച്ച് ഓൺ ആക്കി. ഞാൻ കഴിച്ചിട്ട് അന്നോട് കയറി പൊളിച്ചിരിക്കുന്നു. സ്ഥിരം വരുമ്പോ ഐസായിട്ട് നമ്മൾ വരേണ്ടി വരും. ഐസിടാ ആർക്കും വേണം തോന്നിയപ്പോഴും പനി കഴിച്ചാൽ ഒന്നുകൂടി ഫീൽഡോ വരും. വരുമ്പോ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞുകൊണ്ടാ വന്നത്. അത് എന്താ ചെയ്യേണ്ടതായിട്ടുള്ളൂ. കൈകൊണ്ടൊന്നും നോക്കണ്ടോ? എക്സ്ട്രാ ബബിൾസ് എന്താണ് മറ്റേതല്ല ട്രൗസറിനുള്ളിൽ ആവശ്യത്തിൽ എക്സ്ട്രാ ബബിൾസ് ഓ അടിപൊളി. മനസ്സിൽ പ്ലാൻ ചെയ്തത് ഐസ് ബാത്ത് ആണെങ്കിലും പക്ഷെ ഇത് വേറെ ഇതൊന്നും അനുഭവിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതൊരു ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഫീൽ മനസ്സിലാവുള്ളൂ. എനിക്ക് ഞാൻ നേരത്തെ തമാശക്ക് പറഞ്ഞാണെങ്കിലും നമ്മൾ ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിരുന്നിട്ട് അതിൽ തണുത്ത വെള്ളം വന്നിട്ട് നമ്മൾ മേലുക തട്ടുന്ന പകരം ഇവിടെ ചൂടുവെള്ളം അതാ വ്യത്യാസം. പക്ഷെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അടിപൊളി ഐസ് ബാത്ത് അത് വരാൻ പറയുന്നുണ്ട്. ഇത് ചെയ്തതിനെക്കാട്ടി കൂടുതൽ കണ്ടോർക്കുള്ള ഫീൽ ചെറിയ ഒരു 150-300 കിലോ ആളെ ഇത് കയറി സാധാരണക്കാർക്കുള്ളതാണ്. വെറുപ്പെടുത്തേക്ക് പറഞ്ഞല്ല. വേറെ കണ്ടത്തില്ല.
നോർമലി വെള്ളം ഇതുവരെ ഈ റെഡ് ലൈറ്റ് വരെ വെള്ളം ഇതാവുള്ളൂ. അപ്പൊ നമ്മൾ കയറിയപ്പോ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കൂടി, പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇന്നലേക്ക് ലീക്ക് വരുന്നത് കണ്ടപ്പോ ഓണർമാർ ഓടി വന്നാണ്. ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റാത്തതിനെ കൊണ്ട് മാന്യമായിട്ട് നിങ്ങൾ ഇരുന്നത് കൊണ്ട് ഇത് മെല്ലെ കൂടി. എണീക്കാതെ ട്രെയിനിങ് ഗഡോ അത് കുറച്ച് പൊന്തിരുന്നേ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ആന്നില്ലേ ഇതില് ഒരു കുഴിയാ. പവർ ഫോട്ടോ ആയിരിക്കും അല്ലേ? ഇതില് വേറൊരു വിഷയം കേട്ടോ. ഈ ഓണർ മനസ്സിൽ നിങ്ങൾ ചവിട്ടുമ്പോൾ പൊളിഞ്ഞത്. അല്ല, ഞാൻ നേരത്തെ മനസ്സ് തുറന്നതിനെ കൊണ്ട് ഇപ്പൊ തുറക്കുകയാണ്. മെല്ലെ മെല്ലെ ഓരോന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഓരോന്നോരോ ആ റൂമിൽ നേരത്തെ ഓരോ ഒളിഞ്ഞു നോക്കുന്ന മാതിരി നമുക്ക് പുറത്തിരുന്ന് കേൾക്കാം. അപ്പൊ കേൾക്കാം കള്ളപ്പന്നികള് വെള്ളം വെള്ളം ഒഴുക്കി വിട്ട് നമ്മളെങ്ങോട്ടാ. ഞാൻ ഇവിടെ പുറത്ത് ഡ്രസ്സ് വെച്ചു. എനിക്കിപ്പോ ഈ 2 ആഴ്ച കിട്ടിയ ഒരു ഹൈ വോളിയം ഞാൻ ഇന്റൻസിറ്റിയും വോളിയം കൂടെ കൂട്ടിത്തേക്കും. ഇതാണ് ദോഷം. വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഐസ് ബാത്തിന് തിരിച്ചു വന്നിട്ട് ഐസ് ബാത്ത് സിമ്പിൾ ഐസ് ബാത്ത് എങ്ങനെയാണെന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ കാണിച്ചു തരും. ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഐസ് ബാത്തിന് ഇറങ്ങേണ്ടത്. ആ പറഞ്ഞു കേട്ടത് നമ്മൾ ഇതുവരെ ഐസ് ബാത്ത് ചെയ്തിട്ടില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടാമത് ഇറങ്ങിയതാ. അത് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. അതൊന്നും എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാം. അടുത്ത ഐസ് ബാത്ത്. ഓക്കെ.